നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 ഏപ്രിൽ 10 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ഏകോപിപ്പിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കേരളത്തിൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം, കീം അപേക്ഷ ഏപ്രിൽ 17 വരെ, എയിംസ് നഴ്സിംഗ് രജിസ്ട്രേഷൻ 26 വരെ. ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് കേരളത്തിൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം. ഡിസൈൻ മേഖലയിൽ താൽപ്പര്യമുള്ള +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തെ ബാച്ചിലർ ഓഫ് ഡിസൈൻ BDIS പ്രവേശനത്തിന് അപേക്ഷിക്കാം. കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ +2 യോഗ്യതാ പരീക്ഷയിലോ തത്തുല്യ പരീക്ഷയിലോ 45% മാർക്കോടെ പാസ്സായിരിക്കണം. സംവരണ വിഭാഗത്തിലുള്ളവർക്ക് 40% മാർക്ക് മതിയാവും. LBS സെൻറ്റർ നടത്തുന്ന പ്രവേശന പരീക്ഷ വിജയിക്കുന്നവർക്ക് മാത്രമാണ് BDIS കോഴ്സിൽ ചേരാൻ അർഹതയുണ്ടാവൂ. ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ www.lbscenter.kerala.gov.in വഴി ഏപ്രിൽ 30 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 047123243996 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഇന്ന് വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുകയാണ്. എയിംസിൽ നഴ്സിംഗ് പാരാമെഡിക്കൽ പഠനം, പ്രാഥമിക രജിസ്ട്രേഷൻ 26 വരെ. പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത റിമൈൻഡർ എന്ന നിലയിലാണ് ഇന്ന് മനോരമ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എയിംസിലെയും മറ്റ് 15 സ്ഥാപനങ്ങളിലെയും നഴ്സിംഗ് അടക്കമുള്ള ബാച്ചിലർ കോഴ്സുകളിലെ 2024 പ്രവേശനത്തിന് ബേസിക്, ഫൈനൽ എന്നിങ്ങനെ 2 ഘട്ടങ്ങളിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് പ്രമുഖ പത്രങ്ങളെല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. കീം അപേക്ഷ 17 വരെ. ഇനി ഇന്നത്തെ ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു വാർത്തയാണ്. എഡ്യൂട്രാക്ക് പേജിൽ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുകയാണ് ജിബ്മാറ്റ് 2024 അപേക്ഷ 21 വരെ. ഇന്നലെ റിപ്പോർട്ട് ചെയ്ത മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണിത്. ജൂൺ 6 കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയോടെ 2022-ലോ 23-ലോ 24-ലോ +2 ജയിച്ചവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് ഏപ്രിൽ 21 വൈകിട്ട് 5 വരെ അവസരമുണ്ട്. +2-ന് ശേഷം ബിരുദ പ്രോഗ്രാമും ബിരുദാനന്തര പ്രോഗ്രാമും 5 വർഷ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമായി പഠിക്കാൻ ജമ്മു, ബോധ്ഗയ എന്നിവിടങ്ങളിലെ വിവിധ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിൽ അവസരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയാണ് ഈ മാസം 21 വരെ സ്വീകരിക്കുന്നത്. വിശദാംശങ്ങൾ കൂടുതലായി അറിയാൻ exams.nta.ac.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കാം. ഇനി കേരള കൗമുദി പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ വാർത്ത കീം അപേക്ഷ 17 വരെ എന്ന ഹെഡിങ്ങോടുകൂടി കൊടുത്തിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ 17 വരെ സമർപ്പിക്കാം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഒപ്പ്, ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ 17-നകം അപ്ലോഡ് ചെയ്യുന്നവർക്ക് മറ്റ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് 24 വരെ അവസരമുണ്ടായിരിക്കും. നീറ്റ് അപേക്ഷകരും കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് കീം അപേക്ഷ സമർപ്പിക്കണം. റിമൈൻഡറാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ 0471252530 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇതേ വാർത്ത തന്നെയാണ് ഇന്ന് ദീപിക പത്രവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദീപിക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹെഡിങ് ഇതാണ്: എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷ അപേക്ഷ 17 വരെ സമർപ്പിക്കാം. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.